റഹീം മോചന കേസിൽ നിർണായക വിധി. 20 വർഷം തടവ് ശിക്ഷ. വിധി പ്രഖ്യാപിച്ച വിവരം അറിഞ്ഞ് വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരോടും നിയമസഹായ സമിതി പ്രവർത്തകരോടും ഉമ്മ ഫാത്തിമ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിയെങ്കിലും വിതുമ്പലോടെ എത്രയും പെട്ടെന്ന് മകനെ ഒരു നോക്ക് കാണാൻ എല്ലാവരും ഇനിയും കൂടെ നിൽക്കണമെന്നും വിനയപൂർവ്വം ആവശ്യപ്പെട്ടു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോഴമ്പുഴ സ്വദേശി അബ്ദുൽ റഹീമിൻ്റെ മോചനകാര്യത്തിൽ ഇന്ന് കോടതിയുടെ നിർണായക വിധി. പൊതുഅവകാശ നിയമപ്രകാരം 20 വർഷത്തെ തടവിന് കോടതി ശിക്ഷ വിധിച്ചു. നിലവിൽ ശിക്ഷ അനുഭവിച്ച കാലാവധി ഉൾപ്പെടെയായിരിക്കും പുതിയ വിധി എന്നാണ് കരുതുന്നത്. കുടുംബത്തെയും റഹീമിൻ്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തൂർ വിധി പകർപ്പ് കിട്ടിയാലുടൻ വിശദമായ കാര്യങ്ങൾ രേഖാമൂലം അറിയിക്കാമെന്ന് ഉറപ്പു നൽകി. 2006 കേസിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും റിയാദ് നിയമസഹായ സമിതിയുടെയും നായകനും വക്താവുമായ ബഹുമാന്യനായ അഷ്റഫ് വേങ്ങാട് വിധി പകർപ്പ് കിട്ടിയാൽ ഉടൻ എത്രയും പെട്ടെന്ന് റഹീമിനെ മോചിപ്പിക്കാനുള്ള അപ്പീലടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്ന കാര്യവും കുടുംബത്തെയും ട്രസ്റ്റിനെയും അറിയിച്ചു. വധശിക്ഷ വിധിച്ചിരുന്ന കേസിൽ ദിയാധനം നൽകിയ സ്വകാര്യാവകാശപ്രകാരം കുടുംബം മാപ്പ് നൽകിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നേരത്തെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു. അതേസമയം റഹീമിൻ്റെ വസതിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ കെ സുരേഷ്, ജനറൽ കൺവീനർ കെ ആലിക്കുട്ടി മാസ്റ്റർ, കോർഡിനേറ്റർ മജീദ് അമ്പലങ്കണ്ടി, നാട്ടിൽ രൂപീകരിച്ച റഹീം ട്രസ്റ്റിൻ്റെയും റിയാദിലുള്ള നിയമസഹായ സമിതിയുടെയും കോർ ഗ്രൂപ്പ് കൺവീനർ നാസർ കാരന്തൂർ, മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളും സംബന്ധിച്ചു. റഹീമിൻ്റെ ഉമ്മ ഫാത്തിമ എന്ന പാത്തുവും സഹോദരൻ MP നസീറും സഹോദരൻ PK സക്കറിയയും മീഡിയകളുമായി സംസാരിക്കവേ മോചനം സംബന്ധിച്ചുണ്ടായ കോടതി വിധിയിൽ സന്തോഷവും സംതൃപ്തിയും രേഖപ്പെടുത്തി. റിയാദിലെ നിയമസഹായ സമിതിയുടെ പത്രക്കുറിപ്പിൽ വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം വിശദമായി പഠിച്ചു അവശേഷിക്കുന്ന കാലയളവും കൂടി ഇളവ് കിട്ടി എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിലേക്ക് മോചിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് ഇന്ന് തന്നെ തുടക്കമായതായി അറിയിച്ചു. ഇതിനാവശ്യമായ ചർച്ചയിലാണ് നാട്ടിലെ റഹീം നിയമസഹായ ട്രസ്റ്റും റിയാദിലെ അവരെ സഹായിക്കുന്ന CP മുസ്തഫ ചെയർമാനും അബ്ദുല്ല വലാഞ്ചിറ ജനറൽ കൺവീനറും ഷിബിൻ മുഹമ്മദ് ട്രഷററും നൗഫൽ പാലക്കാൻ കോർഡിനേറ്ററുമായുള്ള നിയമസഹായ സമിതിയും നാട്ടിലും റിയാദിലുമുള്ള നിയമജ്ഞരുമായി ഇത് സംബന്ധിച്ചുള്ള ചർച്ച തുടങ്ങിക്കഴിഞ്ഞു.